പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബെത്ലഹേം ടിവിയുടെ ഈ ശുശ്രൂഷ പരമ്പരകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നതിനെല്ലാം നന്ദി പറയുന്നു. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അന്ത്യകാല പ്രത്യേകതകളും എന്ന് പറയുന്ന ഒരു പരമ്പരയിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ 17ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ദയവായിട്ട് ഇതിനു മുമ്പുള്ള ഓരോ എപ്പിസോഡുകളും നിങ്ങളൊന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് കാണുന്നതിനെല്ലാം നന്ദി പറയുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒരു അനശ്വരത എന്ന് വെച്ചാൽ നിലനിൽക്കുന്നതിലുള്ള ഒരു പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരാണ്. ആ പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിത്യത ലക്ഷ്യം വയ്ക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ പറ്റൂ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിത്യത ലക്ഷ്യം വയ്ക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. എന്താണ് നിത്യത? നിത്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് മരിച്ചു കഴിഞ്ഞിട്ട് മരണാനന്തരമുള്ള നമ്മുടെ ഒരു ജീവിത മേഖലയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് സ്വർഗീയ ഭവനത്തെക്കുറിച്ചാണ്. നമ്മളിവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ സ്വർഗീയ ഭവനത്തിലേക്കുള്ള പോകുകയാണ്. സ്വർഗീയ ഭവനത്തിലേക്ക്, അത് പിതാവിൻ്റെ ഭവനമാണെന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഒരു ഭവനമുണ്ട്, അവിടെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ സന്ദേശങ്ങളിൽ ചിന്തിച്ചു. കേൾക്കാത്തവരതൊന്ന് കേൾക്കുന്ന നല്ലതാണ്. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ വരണം. അപ്പോൾ ആ ഭവനത്തിൽ പോകുന്ന ഒരു വ്യക്തി നിത്യത എന്ന് പറയും. അവിടെ നമുക്ക് നഗരങ്ങളുണ്ട്, സ്വർഗീയ ജെറൂസലേമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇനിയുള്ള സന്ദേശങ്ങൾ നമ്മൾ പഠിച്ചു വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ സ്വർഗീയമായ ഒരു അനുഭവത്തിൽ എത്തിച്ചേരണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല, ഇവിടെ വിട്ട് നമ്മൾ പോകേണ്ടവരാണ്. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം. എൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: അനശ്വരതയിലുള്ള പ്രത്യാശ. നശ്വരത എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നത്, തീർന്നു പോകുന്നതാണ്. അനശ്വരത എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത് എന്ന് പറയാം. അനശ്വരതയിലുള്ള പ്രത്യാശ എന്താണത്? ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ബാഹ്യ മനുഷ്യൻ വെച്ചാൽ നമ്മുടെ ഈ ശാരീരിക അവസ്ഥ, ബാഹ്യമായ നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥ, അതിന് ക്ഷയം നേരിടുന്നു. എന്നാൽ ആന്തരിക മനുഷ്യൻ, ഉള്ളിലുള്ളൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും നവീകരിക്കപ്പെടുന്നു. ഇത് നവീകരിക്കപ്പെട്ടാലുള്ള ഗുണം എന്താണ്? ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ഇനി ദൃശ്യമായവയല്ല, മറ്റതൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയിലേക്ക് ഒന്ന് വരുന്നത് മാത്രമേ ഉള്ളൂ. ദൃശ്യമായവയല്ല എന്ന് വെച്ചാൽ കാണുന്നതല്ല, അദൃശ്യമായവ, കാണാത്തവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങളെല്ലാം, കാണുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, നശ്വരങ്ങളാണ്. അദൃശ്യങ്ങൾ അനശ്വരങ്ങളാണ്. അപ്പോൾ കാണാൻ പറ്റാതിരിക്കുന്നത് എന്താണ് കാണാൻ പറ്റാതെ? നമ്മൾ സ്വർഗീയ ജെറൂസലേം നമുക്ക് ദർശനങ്ങളോടൊക്കെ കാണാൻ പറ്റും, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ അദൃശ്യമാണത്, കണ്ടിട്ടില്ല നമ്മൾ. ഇപ്പം നമ്മൾ പലരെയും ഹൃദയം കണ്ടിട്ടുണ്ട്, പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർക്ക് പലരെയും ഹൃദയം കാണാൻ പറ്റും, പക്ഷെ ഡോക്ടർക്ക് ഒരിക്കലും സ്വന്തം ഹൃദയം നേരിട്ട് കാണാൻ പറ്റത്തില്ല. ഇല്ല. അപ്പോൾ നേരിട്ട് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഹൃദയമുണ്ട്. അങ്ങനെ നമുക്ക് ആന്തരികമായ പലതും നമുക്ക് കാണാൻ പറ്റും, ബാഹ്യമായ പലതും നമുക്ക് കാണാൻ പറ്റും. ആന്തരികമായ പലതും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ പക്കലേക്ക് വരുമ്പം സ്വർഗീയമായ പല കാര്യങ്ങളും നമുക്ക് വചനപ്രകാരം നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ പോവുക. അതാണ് നിത്യതയുടെ യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. നമ്മുടെ ലക്ഷ്യം എന്താണ്?
നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദൃശ്യമായതായിരിക്കണം. ദൃശ്യമായത് നമുക്ക് ലക്ഷ്യം വേണം, എങ്കിലും ദൃശ്യമായതിൻ്റെ ലക്ഷ്യം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നിത്യതയിലാണ്, സ്വർഗത്തിലാണെന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകണം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-12, എൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ആ ഭാഗത്തിൻ്റെ, ലക്ഷ്യത്തിലേക്കെന്നാണ് പറയുക. ലക്ഷ്യത്തിലേക്ക്. എന്താ ലക്ഷ്യം? ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്? നിത്യതയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സ്വർഗീയമായ കാര്യത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് അവിടെ പറയുക. നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഞാൻ ആ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് കാര്യമുണ്ട്. അതിൽ ഒരു കാര്യം ഒന്ന് വായിക്കാം. 3-20 പറയുന്നുണ്ട്, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് നിന്ന ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തു, നാം കാത്തിരിക്കുന്നു. അപ്പം ഈ പൗരത്വം സ്വർഗത്തിൽ, അങ്ങനെ ടോപ്പിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളത് ഒരു ടോപ്പിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താകണം? സ്വർഗമാകണം, നിത്യതയാകണം, പിതാവിൻ്റെ ഭവനമാകണം. എന്നിട്ട് പറയുകയാണ്, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. വ്യത്യാസം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ക്രിസ്തു നമ്മളെ സ്വന്തമാക്കി, പക്ഷേ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ നമുക്ക് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു നമ്മളെ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ദൈവത്തിന് എന്നെ സ്നേഹമാണ്, പക്ഷെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതാ പ്രശ്നം. ദൈവത്തിന് എന്നെ സ്നേഹമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിടയ്ക്കുകയാണ്, പക്ഷെ ദൈവത്തിന് ഇപ്പോഴും നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 2:21 പറയുന്നുണ്ട്, തിരുനാളിൻ്റെ അവസാന ദിനത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് അനേകർ അവനിൽ വിശ്വസിച്ചു, പക്ഷെ അവനാരെയും വിശ്വസിച്ചില്ല. അപ്പോൾ അവനിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവരാരെയും വിശ്വസിച്ചില്ല. അപ്പം ശരിയായ വിശ്വാസം പൂർത്തിയാകുന്നത് ഒരു ഭാഗം മാത്രം സ്നേഹിക്കുമ്പോഴോ വിശ്വസിക്കുമ്പോഴോ അല്ല, 2 ഭാഗവും ശരിയാകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, എന്നാൽ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എന്താ ചെയ്യുന്നത്? പിന്നിലുള്ളവയെ വിസ്മരിക്കുകയാണ്, എന്നിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എന്താ മുന്നിലുള്ളത്? ക്രിസ്തുവാണ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. അത് കുറച്ചുകൂടെ തെളിച്ചു വരികയാണ്. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഞാൻ ലക്ഷ്യമാക്കി മുന്നേറുന്നത്? യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി. നമ്മൾ ഈ വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പറയും നിത്യസമ്മാനം എന്നൊക്കെ പറയും. നിത്യസമ്മാനത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും നിത്യസമ്മാനം കിട്ടണമെന്നില്ല. കാരണം സമ്മാനം എന്ന് പറയുന്നത് ഒരിക്കലും ചീത്തയായ ഒരു കാര്യമല്ല, നല്ലതാണ് കൊടുക്കുന്നത്. നിത്യസമ്മാനം എന്ന് പറയുന്നത് ദൈവം മക്കൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. പക്ഷേ അതുപോലെ ജീവിച്ചവർക്കേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസാന്തരപ്പെടാനും തിരിച്ചു വരാനും ദൈവഹിത പ്രകാരം ജീവിക്കാനും ഒക്കെ തീരുമാനമെടുക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് നന്നാക്കാവുന്നുള്ളൊരു സംവിധാനം ബൈബിളിൽ എങ്ങും കൊടുത്തിട്ടില്ല. അങ്ങനൊരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പലരും ധാരണ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നന്നാകാൻ അവസരമുണ്ടെന്നുള്ളതാണ്. കാരണം മരിച്ചു കഴിയുമ്പോൾ മാനസാന്തരപ്പെടാൻ നമുക്ക് മനസ്സില്ലല്ലോ, ചിന്തയില്ലല്ലോ, വികാരമില്ലല്ലോ, വിചാരങ്ങളില്ലല്ലോ. ആത്മാവ് മാത്രം അവശേഷിക്കുകയും നമ്മുടെ ശരീരം അഴുകുകയും മറ്റ് ജീവൻ്റെ പല മേഖലകളും ആത്മാവ് പോയതോടുകൂടി ജീവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അവിടെ പോയിട്ട് ഇനി നന്നാകാം, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ആ വിചാരമൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നുള്ളതല്ലാതെ നമുക്ക് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറും. അതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് കാണണം. എന്താണ് മുമ്പിലുള്ളവയെ? എപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് എന്താ? ഈ ലോകത്തിൻ്റെതല്ല ഞാൻ ഈ പറയുന്നത്. ക്രിസ്തു എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് മുമ്പിലുള്ളവയെ ഞാൻ എന്ത് ചെയ്യുന്നു? ലക്ഷ്യമാക്കി മുന്നേറുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഹെബ്രായരുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? വീണ്ടും പറയുകയാണ്. ഹെബ്രായരുടെ ലേഖനം 11:15. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞുപോയ അബ്രഹാത്തിൻ്റെ ഒരു മേഖല അതിനകത്ത് ഇൻക്ലൂഡാണ്. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടത്തേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവർക്ക് അവസരം ഉണ്ടാകുമായിരുന്നു. കാരണം നിങ്ങൾ പിന്നിലുള്ളവയെ വിടുന്നില്ലെങ്കിൽ തിരിച്ചതിലേക്ക് പോകാൻ അവസരമുണ്ട്. പക്ഷേ ആ അവസരം വേണ്ട എന്ന് വെക്കുകയാണ്. കാരണം ചില വ്യക്തികൾ പറയും, ഞാൻ മാനസാന്തരമൊക്കെ പെട്ടു, മദ്യപാനം ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു, പഴയ സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ചു. എന്നാലും എൻ്റെ പഴയ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ പഴയതിനെ വിട്ടിട്ടില്ല ഇപ്പോഴും. കാരണം ആ മദ്യത്തിൻ്റെ സുഖം, ആ രുചി, ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച ജീവിതത്തിൻ്റെ ചില മേഖല. മദ്യപിക്കുന്നവർക്കും ചില മേഖലകളിൽ കൂട്ടൊക്കെ കൂടി കഴിയുമ്പോൾ ഒരു സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ട്. ചിലർക്ക് ആ കൂട്ടുകെട്ട് വിട്ടതിൻ്റെ ദുഃഖം കിടക്കുന്ന ചിലരുണ്ട്. സത്യത്തിൽ ഇവർ ചിലപ്പോൾ മദ്യം ഉപയോഗിക്കുന്നില്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ ആനന്ദവും സുഖവും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നിലുള്ളവയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏത് മേഖലയും, ഞാനൊരു കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ, പല 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 കാര്യങ്ങൾ. അപ്പോൾ അത് പലപ്പോഴുമായിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് ഏതെങ്കിലും നമ്മുടെ പാപപ്രവർത്തികളിൽ ഒരു സുഖമോ ചിന്തയോ വരുന്നു. ഞാൻ കരസ്മാറ്റിക്കൊക്കെ ആയതുകൊണ്ട് ധ്യാനം കൂടി, ഇനിയിപ്പം ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ആളാണ്, ഇനിയിപ്പോൾ ഡീസൻ്റായി, അതുകൊണ്ട് പഴയതൊന്നും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാകത്തില്ല, ആരെങ്കിലും പിടിച്ചാൽ പ്രശ്നമാണ്, ഭയപ്പെട്ട് കഴിയുക. ആരെയാ? ദൈവത്തെക്കാളുപരി ഇവർ മനുഷ്യനെ ഭയപ്പെടുകയാണ്. ദൈവത്തെ അവർക്ക് ഭയമില്ല. കാരണം ദൈവഭയം ഉള്ളവൻ ഇത് ചിന്തിക്കുന്നത് പോലുമില്ല. കാരണം അത് ദൈവഭയം ഉള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചോളം, ദൈവമായിട്ട് ബന്ധമുള്ള മനുഷ്യനെ സംബന്ധിച്ചോളം ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, അതിനെക്കുറിച്ച് വിചാരിക്കുകയേ വേണ്ട, അത് വിട്ടുകളയണം, മുന്നിലേക്ക് പോവുക. പക്ഷേ ഈ പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം പിന്നിലുള്ളവ ആ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. എന്താണ്? ബാഹ്യ മനുഷ്യൻ അങ്ങനെ ക്ഷയിച്ച് കിടക്കുക. ആ ബാഹ്യ മനുഷ്യനെ എന്ത് ചെയ്യണം? നമ്മൾ ബാഹ്യ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ തന്നെ, ബൈബിൾ പറഞ്ഞാൽ അങ്ങനെ, അവൻ്റെ ചെയ്തികളോടുകൂടെ തന്നെ നിഷ്കാസനം ചെയ്തിട്ട് ക്രിസ്തു ആകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്, അവസരം ഉണ്ടാകുമായിരുന്നു, ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. എന്ന് വെച്ചാൽ മുൻപ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവൃത്തികളും എനിക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതല്ല, സ്വർഗീയ സൗഭാഗ്യം തരുന്നതല്ല. പക്ഷെ ഞാനിപ്പോൾ അറിയുന്നു എൻ്റെ ജീവിതം ഇതിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. കർത്താവ് പദ്ധതിയിട്ടൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എന്തു ചെയ്യുന്നു? ശ്രേഷ്ഠമായതിനെ ഞാൻ ലക്ഷ്യം വയ്ക്കണം, സ്വർഗീയമായതിനെ ഞാൻ ലക്ഷ്യം വയ്ക്കണം. അപ്പം നിത്യത, സ്വർഗീയം ലക്ഷ്യം വയ്ക്കാത്ത ഒരാൾക്ക് കർത്താവിൻ്റെ വരവിനെ ഒരുങ്ങാൻ പറ്റത്തില്ല. ഇപ്പോഴും നിങ്ങൾ ഏത് അവസ്ഥയിലാണെന്ന് ചിന്തിക്കുക. അല്ല, ഞാൻ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഞാൻ രണ്ടാം വരവിനെ കുറിച്ചുള്ള ടോക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ ചിന്തിക്കണം. എന്നിട്ട് പറയുകയാണ്, അവരുടെ ദൈവം ആരുടെയാ? ഈ ശ്രേഷ്ഠമായതിനെയും സ്വർഗീയമായതിനെയും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയുന്നവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. കണ്ടോ? അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഞാൻ ഇനി കർത്താവിനെ സ്വന്തമാക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ഞാൻ ഇവരുടെ ദൈവമാണ്, ഈ ശ്രേഷ്ഠമായതിനെ സ്വർഗീയമായതിനെ ലക്ഷ്യം വയ്ക്കുന്നവരുടെ ദൈവമാണെന്ന് വിളിക്കപ്പെടുന്നതിൽ അവിടുന്ന് ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം തയ്യാറാക്കിയിരിക്കുന്നു. നമ്മൾ ആ ഭവനത്തെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചിന്തിക്കും. പത്രോസിലേക്ക് എഴുതിയ ഒരു ലേഖന ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ആകയാൽ 2 പത്രോസിലെ 2-ാം ലേഖനം 1-10. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മുടെ വിളി തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, എങ്ങനെയും സ്വർഗത്ത് പോകാമെന്നുള്ള ധാരണ പ്രിയമുള്ളവരെ
എടുത്ത് കളഞ്ഞേക്കുക. അങ്ങനെ എങ്ങനെയും പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല സ്വർഗം, പിതാവിൻ്റെ ഭവനം. അതെങ്ങനെ പോകാമെന്ന് ബൈബിളിലുണ്ട്. ആ ബൈബിൾ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. റോമാക്കാർക്കത് ലേഖനത്തിലെ 8-ാം അധ്യായം 23-ന്റെ ഒരു ഭാഗം ഒന്ന് വായിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. എന്ന് വെച്ചാൽ പുത്രത്വത്തിനു വേണ്ടി, ദത്തുപുത്ര സ്ഥാനത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി വീണ്ടും ജനനത്തിലൂടെ മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. എന്നിട്ട് പറയുകയാണ്, കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഉന്നതത്തിലുള്ളതാണ്, സ്വർഗീയമാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വരണം. നിത്യത ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിക്കണം. സ്വർഗഭവനത്തിലേക്ക് പോകാൻ നമ്മൾ തീരുമാനമെടുക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ സമയം ചെലവഴിക്കുക, പണം ചെലവഴിക്കുക, ജീവിതത്തിന് എല്ലാ ആരോഗ്യം ചെലവഴിക്കുക, കഴിവ് ചെലവഴിക്കുക, എല്ലാം നമുക്ക് നിത്യത സ്വന്തമാക്കാൻ വേണ്ടി ചിലവഴിക്കുക. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഓരോ ബോധ്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കി ശരിയായൊരു വഴിയിലൂടെ ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തെറ്റായ അബദ്ധ മേഖലകളിൽ കിടന്ന് ഏറ്റവും അവസാനം എന്ത് പറ്റും? നമുക്ക് നഷ്ടപ്പെട്ടു പോകും, സ്വർഗഭവനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ 10 കന്യകമാരിൽ 5 പേര് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയെങ്കിലും അവസാനം അവർക്ക് മണവാളിനോടൊപ്പം അകത്ത് പ്രവേശിക്കാൻ സാധിക്കാതെ അവർ നിരാശയിലും ദുഃഖത്തിലുമായി തീർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആകാതെ നമുക്ക് കർത്താവിനോടൊപ്പം മണവറയെ പ്രവേശിക്കുവാൻ, സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം, അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോ സന്ദേശങ്ങൾ. എന്നാൽ കുറച്ചും കൂടെ സന്ദേശങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്നു ഓരോ മേഖലകൾ. അപ്പോൾ 1-ാമത്തെ എപ്പിസോഡ് മുതൽ നിങ്ങൾ ഈ ബെത്ലഹേം TV-യിൽ നിന്ന് അത് കാണുക, കണ്ട് കേൾക്കുക, ധ്യാനിക്കുക. ഇത് കൂടുന്ന സമയങ്ങളിൽ നോട്ട് ബുക്കും ബൈബിളും ഒക്കെ എടുത്തു വെച്ച്, ഇപ്പോൾ യൂട്യൂബിലാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കാൻ പറ്റും. നിർത്തി വെച്ചിട്ട് വീണ്ടും കാണാം, വീണ്ടും നോട്ട് എഴുതിയെടുക്കാം. അങ്ങനെ നിങ്ങൾ ഈ വചനഭാഗത്തെക്കുറിച്ച്, ഞാനിപ്പോൾ പറഞ്ഞ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഴപ്പെട്ട അനുഭവത്തിലേക്കും ബോധ്യത്തിലേക്കും നിങ്ങൾക്ക് വരാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം ശരിയാക്കപ്പെടും. മാതാപിതാക്കളുടെ ലക്ഷ്യം ശരിയായാൽ മാത്രമേ മക്കളുടെ ലക്ഷ്യവും ശരിയാക്കപ്പെടുകയുള്ളൂ. ചിലർ മക്കൾ സ്വർഗത്ത് പോകത്തില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ്. ആദ്യം ചിന്തിക്കേണ്ടത്, അപ്പനായ ഞാൻ സ്വർഗപ്രവേശനം സാധ്യമാക്കിയിട്ടുണ്ടോ? നിത്യത ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? അമ്മയായ ഞാൻ നിത്യത ലക്ഷ്യം വെച്ചാണോ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്നോടൊപ്പമുള്ള, അതുകൊണ്ടാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം നീ ഒരു നിത്യത ലക്ഷ്യം വയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തു പറ്റും? നിൻ്റെ കുടുംബത്തിലും അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു മേഖലയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ അന്ത്യകാല ശുശ്രൂഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയൊക്കെ ക്രിസ്തുവിൽ നിന്ന് മാറ്റി ലോകാരൂപിയിൽ തളയ്ക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറി നമുക്ക് കർത്താവിൽ, യേശുവിൽ ലക്ഷ്യം വെച്ച്, സ്വർഗപിതാവിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ പിതാവേ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിത്യത ലക്ഷ്യം വെച്ച് പിന്നിലുള്ളവയെല്ലാം വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. അപ്പോസ്തലൻ്റെ ജീവിതത്തിലും അപ്രകാരമാണല്ലോ അപ്പോസ്തലൻ ജീവിച്ചത്. അപ്പോസ്തലൻ മാത്രമല്ല, നിരവധി പേരുടെ ജീവിതത്തിലും അവർ പിന്നിലുള്ളവയെ വിസ്മരിച്ചു. സമരിയാക്കാരി സ്ത്രീ പിന്നിലുള്ളവയെ വിസ്മരിച്ചത് കൊണ്ടാണ് തൻ്റെ പഴയകാല ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മുറിവുകൾ പോലും യേശുവുമായിട്ടുള്ള ആ സാന്നിധ്യത്തിൽ അവൾക്ക് മാറിപ്പോയി. അവൾ എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ തുടങ്ങി. എല്ലാവരോടും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ക്രിസ്തുവിൽ
കടന്നു വരുവാനായിട്ട് നിരവധി പേർക്ക് ഒരു മാതൃകയായിത്തീർന്നു. ഞങ്ങളുടെ ജീവിതവും കഴിഞ്ഞ കാലഘട്ടങ്ങൾ എത്ര തകർച്ചയിൽ കഴിഞ്ഞതാണെങ്കിലും ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു ഉയർപ്പിൻ്റെ അനുഭവം ഞങ്ങൾക്ക് അങ്ങ് തരുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ കർത്താവെ, അങ്ങിൽ വിശ്വസിക്കുവാനും അങ്ങിൽ ആഴപ്പെടുവാനും നിത്യത ലക്ഷ്യം വെച്ച്, സ്വർഗം ലക്ഷ്യം വെച്ച് പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ. സ്വർഗീയ പിതാവെ, അതിനായിട്ട് ഞങ്ങളുടെ മേലേക്ക് അവിടുന്ന് അങ്ങയുടെ അരൂപി അയക്കണമേ. കർത്താവായ യേശുവെ, അവിടെ തിരുത്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലുള്ള സകല പാപം, രോഗം, തകർച്ച, ശാപം, ബന്ധനങ്ങൾ എല്ലാം അവിടുന്ന് എടുത്തുമാറ്റി ഞങ്ങളെ സ്വതന്ത്രമാക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ പഴയ മനുഷ്യരാകാതെ എന്നുമെന്നും അനുദിനം നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യരായി മാറി ജീവിക്കുവാൻ ഈശോയെ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മകനും മകളുമായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളെല്ലാം ദൈവാത്മാവിനാൽ പൂരിതമാക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ദൈവഹിതം മാത്രം അനുസരിച്ച് ജീവിച്ച അമ്മയെപ്പോലെ ഞങ്ങളും ജീവിക്കാൻ ഒരുങ്ങട്ടെ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദൈവദൂതന്മാരെ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു. ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ബെത്ലഹേം ടിവിയുടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.